മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം. ഒരാൾക്ക് അറിയാത്തത് വേറൊരാൾക്ക് പഠിപ്പിക്കാൻ കഴിയൂല എന്നാണ്. ഗുരുനാഥന് തെറ്റിയാൽ, പഠിപ്പിക്കണ ആൾക്ക് തെറ്റിയാൽ ശിഷ്യന്മാർക്ക് തെറ്റും. ഒരു മാഷ് കുട്ടിനെ പഠിപ്പിച്ചു തരാം. ബോർഡും എങ്ങനെ മാൻ എന്നെഴുതി. അങ്ങനെ മാഷ് ഇങ്ങനെ വായിച്ചു കൊടുത്തു. കുട്ടികളെ വായിക്കി, ഇത് മാ. കുട്ടികളെല്ലാവരും മാ എന്ന് വായിച്ചു. പിന്നെ അപ്പുറത്ത് തൊട്ട് കാണിച്ചു കൊടുത്ത് പറഞ്ഞു എൻ. അപ്പോൾ കുട്ടികളൊക്കെ എൻ എന്ന് വായിച്ചു. ഇനി കൂട്ടി വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു മായൻ എന്ന് വായിച്ചു. അങ്ങനല്ലടാ, ഇത് വായിക്ക് മാ, ഇത് വായിക്ക് എൻ, ഇനി കൂട്ടി വായിക്കുക എന്ന് പറഞ്ഞു. ഒരു മായന്നേ വായിക്കുള്ളൂ. പഠിപ്പിക്കണ ആൾക്ക് തെറ്റിയാൽ പഠിക്കണ ആൾക്ക് തെറ്റും. പഠിപ്പിക്കണ ആൾക്ക് ആദ്യം അറിയണം, എന്നാലേ ഉള്ളൂ പഠിക്കണ ആൾക്ക് മനസ്സിലാകുക. അതുകൊണ്ട് എന്ത് വേണം? കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വീട്ടിലുണ്ടായി വന്നാൽ അതാകുന്നു നല്ല വീട് എന്ന് പറഞ്ഞ വീട്. എല്ലാ കാര്യവും നബിതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്നാണ്. ഒരു നല്ല വീടിൻ്റെ, നല്ല കുടുംബത്തിൻ്റെ ലക്ഷണം അതാകുന്നു. പേരിടുമ്പോൾ നബിതങ്ങളുമായി ബന്ധമുള്ള പേരിടുക. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഗൗസുൽ ആലമിൻ്റെ ആണ്ടുമാസം കൂടിയാണിത്. എനിക്കാകെ പ്രതീക്ഷയുള്ളത് എൻ്റെ പേര് അഹമ്മദ് എന്നാണ്, മുഹമ്മദ് എന്നാണ്. മുത്തുനബിയുടെ പേരാണ്. വഇസ്മി ഇസ്മു ഖൈറുൽ അംബിയാഇ. ഗൗസുൽ ആലം പറഞ്ഞതാണ്, ലികുല്ലി വലില്ലഹു ഖൽബുൻ വഇന്നി അലാ ഖൽബിൻ നബി ബദ്റുൽ കമാലി. ദേശമംഗലം ബഷീർ ഫൈദിയുടെ വരവുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടാവുമെന്ന് നോട്ടീസ് കണ്ടു. മാത്രമല്ല ഈ സംവിധാനത്തിൻ്റെ വലിയൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം എന്നറിയാൻ കഴിയും. സന്തോഷം. മുഅ്മിനീങ്ങളെ, അപ്പോൾ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവലാണ് വീട്ടിൽ ഇസ്ലാം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അതായത് ഇസ്ലാമിനെ രണ്ട് നിലക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ആയത്തുകൾ, ഹദീസുകൾ, ഇജ്മാ, ഖിയാസ്, താരീഖ്, അഖീദ, അതൊക്കെ കൂടിയും പഠിച്ചാൽ ഇസ്ലാം മനസ്സിലാവും. വേറൊരു പഠനമുണ്ട്, നബിതങ്ങളെങ്ങനെ മൊത്തം പഠിച്ചാൽ ഇസ്ലാം മൊത്തം അതിലുണ്ടാവും. എളുപ്പമുള്ള പഠനം നബിതങ്ങളെ പഠിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ ഏറ്റവും നല്ല രീതി മുസ്തഫായ നബിതങ്ങളെ പഠിപ്പിക്കലാകുന്നു. അപ്പം ഇങ്ങനെ പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് തേപ്പും പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുകയാണ്. സിമൻറ്റ് തേക്കുകയാണ്, പെയിൻറ്റ് ചെയ്യാണ്. അപ്പം അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യണതെന്ന് മനസ്സിൽ കരുതാൻ കഴിഞ്ഞാൽ ഇത്തിബായിൻ്റെ കൂലിട്ടും. മീൻ തിന്ന് കഴിഞ്ഞിട്ട് മുള്ള് ബാക്കിയായി, മുള്ളാരും തിന്നലും ചെല്ലോ. മുള്ള് ബാക്കിയായപ്പോൾ മുള്ള കൂടി ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കൊടുക്കുമ്പോൾ മനസ്സോടിന് കരുതി, പടച്ചോനെ ഇത് ഞാൻ പൂച്ചക്കുള്ള ഭക്ഷണമാക്കുകയാണ് എന്ന് നിയ്യത്തിനാൽ ഒഴിവാക്കണ മീൻ മുള്ളുകൊണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലിട്ടും. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിഇയാലിഹി ഷഫീഉൽ വറാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുന്നാസി ഇലല്ലാഹി, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അൻഫഉഹും ലിഇയാലിഹി, അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാകുന്നു. അതന്നെയാണ് പൂച്ചക്ക് മീൻ മുള്ളു കൊടുക്കൽ. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ വീട്ടിലൊരിങ്ങനെ ഹൈദറസ് ഉസ്താദിൻ്റെ മക്കൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. എത്രേ കോണി കയറുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഉയരം കയറുമ്പോൾ തക്ബീർ ചൊല്ലണം, ഇറക്കം ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലണം. തന്നെ എല്ലാ നബിതങ്ങളുമായി ബന്ധപ്പെടുത്തുക. കുട്ടിയൊക്കെ മുല കൊടുക്കുമ്പോൾ ആദ്യം വലത്തെ മുല കൊടുക്കുക,
കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. കുട്ടിയുടെ മുലകുടിക്കൽ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ഉമ്മ ഉറക്കെ പറയാം. ആദ്യത്തേത് ചിലപ്പോൾ എല്ലാവരും ചെയ്യും, അൽഹംദുലില്ലാ പലപ്പോഴും ഉണ്ടാവാറില്ല. ഇല്ല, ജിമാഅ് തുടങ്ങുമ്പോൾ ബിസ്മി അല്ലണം, ജിമാഅ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലണം. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യം അവസാനിക്കുമ്പോഴും എന്ത് വേണം? അൽഹംദുലില്ലാ എല്ലിട്ട് അവസാനിക്കണം. ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. മലമൂത്ര വിസർജനം കഴിഞ്ഞാലും എന്തുണ്ട്? ഹംദുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യം അവസാനിക്കുമ്പോഴും ഹംദുണ്ട്. അപ്പോൾ ജിമാഅ് തുടങ്ങുമ്പോൾ ബിസ്മി അല്ലണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. ജിമാഅ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ തന്നെ. അപ്പം ഇങ്ങനെ എല്ലാ കാര്യവും നബിതങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വീടുണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം 150 ഉറുപ്പ്യൻ്റെ റോസാപ്പൂവിൻ്റെ 2 തൈ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചിടുമ്പം മനസ്സിലിങ്ങനെ കരുതുക, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന് റോസാപ്പൂവിൻ്റെ ഗന്ധമാണെന്ന് ഹദീസിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഈ പറഞ്ഞ തന്നെ കാര്യം. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആരോ വർത്താനം പറയുന്നതായി ചെവിയിലൂടെ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അസ്വസ്ഥത ഉണ്ടോ, ആർക്കെങ്കിലും തല കറങ്ങിയിട്ടുണ്ടോ, മൂത്രമൊഴിക്കാൻ പോകേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ വേഗം പരിഹരിച്ചിട്ട് എല്ലാവരും ഉണ്ടാതിരിക്കുക. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. 4 ആൾ കൈ കെട്ടിക്കണോ? കഴിച്ചാന് കൈയ്യട്ടൊന്നും വേണ്ട. കയ്യട്ട് നമ്മൾ നിക്കരിച്ചാനൊക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അഷറൊക്കെ എല്ലാനൊക്കെ നിൽക്കുമ്പോഴൊക്കെ കെട്ടിയാൽ മതി. ഇവിടെ കൈയൊക്കെ താത്തിയിട്ടിട്ട് മസിലൊക്കെ അയച്ചിട്ട് ഇരുന്നാൽ മതി. ഇതിനുമ്പോൾ മസിൽ പിടിക്കേണ്ട ആവശ്യം ഞങ്ങൾ തല്ലാൻ വരുന്നൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അത് ജീവിതത്തിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ്. എനിക്കും വേണം, നിങ്ങൾക്കും വേണം. പറയുമ്പോൾ എനിക്കും ഉണ്ടാവും, കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും. അതിനാണ് ശരിക്കും ഈ വർത്താനം. നമ്മളെല്ലാ കാര്യങ്ങളും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുക. അതിനാണ് ഇത്തിബാ എന്ന് പറയാം. ഒരിക്കൽ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്നു. ഒരു ഉച്ച സമയം, വെയിലുള്ള സമയമായിരുന്നു. അപ്പോൾ വാതിലടച്ചിരുന്നു. വാതിൽ തുറക്കുന്നത് വരെ നബി തങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു. വാതിൽ തുറന്നപ്പോൾ സയ്യിദുന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടു. അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സയ്യിദുന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം മഹാനവർഗോട് ചോദിച്ചു, വേറെയും കുറേ മരങ്ങളില്ല ഇവിടെ, എന്താ ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾ വെള്ളം പാരുന്നതെന്ന് ചോദിച്ചോ. പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഈ മരത്തിൻ്റെ ചോട്ടി ഇരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതകാലത്ത് ഞാൻ മരം ഉണങ്ങണത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്നും വെള്ളം വരും. അതിനാണ് ഇത്തിബാ എന്ന് പറയാം. ചില കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ ആൾക്കാർ പോകും മക്കത്തേക്ക്. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിലൊരു കറങ്ങാൻ പോകലുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പം ജബലുൻ നൂറിൻ്റെ താഴെ ചെന്നിട്ട് അല്ലെങ്കിൽ ഗാറ് സൗറിൻ്റെ താഴെ ചെന്നിട്ട് മേപ്പെട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ടിങ്ങനെ ഉംറക്ക് കൊണ്ടുപോയ അമീർ പറയും, ആ മലൻ്റെ മേലേക്ക് നോക്കിയാൽ വെളുത്തിട്ടൊരടയാളം ഇങ്ങനെ കാണാല്ലേ, അത് ആൾക്കാർ നടന്നു പോവുകയാണ്. അങ്ങോട്ട് കയറണേന് വലിയ പോരിശൊന്നുമില്ല. ഞമ്മക്ക് ഇവിടെ നിന്നിട്ടുണ്ട് ദ്വാരക്കാൽ ഫാത്തിഹ എന്ന് പറയും. ഊര സമ്മതിക്കണില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അള്ളാൻ്റെ റസൂല് കയറിയോടത്തേക്ക് കയറണേന് പോരിശക്കുണ്ട്. പോരിശല്ലാന്ന് എന്തിനാ പറയണേ? ഊരക്ക് ബെൽറ്റ് ഇട്ടതാണെന്നെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ഊരക്ക് ബെൽറ്റാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തുരക്കാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പോരിശല്ല എന്ന് പറയണ്ട, പോരിശുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പോരിശുണ്ട്. അതുകൊണ്ട് വീട്ടിലത്തെ എല്ലാ കാര്യവും നബിനേറ്റ് ബന്ധപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യവും
രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകുമ്പോൾ ഇത് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ കഴുകുന്നത്, അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു കോരുമ്പോൾ അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചു വരുന്നത്. പെണ്ണുങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞു നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന്. വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലായാൽ മതി. വാഷിംഗ് മെഷീൻ വാങ്ങണതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ മുഴുവൻ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുമ്പോൾ വീട് ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായി വരും. അത് ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്.